എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് ഇന്ന് വരെ ലഭ്യമല്ലാത്ത ഒരു ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റ് നമുക്ക് പുതിയൊരു ബീം നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു. അത് കാരണം നമ്മുടെ കേരളത്തിൽ പോലും 3D ഡിഷ് വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ട്രാക്ക് ചെയ്യാം. ഈ വീഡിയോയിൽ പറയുന്നത് ഇതെങ്ങനെ ട്രാക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഇതിൽ 6 TP-കളാണുള്ളത്. ഈ 6 TP-കളും നമുക്ക് എങ്ങനെ ട്രാക്ക് ചെയ്യാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 3 അടി മുതൽ 4 അടി വരെ ഡിഷ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാം, അതുപോലെ ഇതിൻ്റെ LMB സ്ക്യൂ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ചുരുങ്ങിയ വീഡിയോയിൽ പറയുന്നത്. അതിനുശേഷം ട്രാക്ക് ചെയ്തതിന് ശേഷമുള്ള ഇമേജ് തൊട്ടടുത്ത വീഡിയോയിൽ ഇതെങ്ങനെ ഏത് റിസീവർ ഉപയോഗിച്ചാണ് നമുക്ക് ഇതിലത്തെ മുഴുവൻ സാറ്റലൈറ്റും ചാനലുകളും കാണാൻ പറ്റുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ആ വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എന്നുള്ളതാണ്. എന്തായാലും നമുക്കിതിൻ്റെ പ്രത്യേകതകളിലേക്ക് പറഞ്ഞുവല്ലോ. സൗത്ത് ഇന്ത്യയിലേക്ക് വളരെ നല്ല കവറേജ് തന്നിരിക്കുന്നു. ഔട്ട് ഓഫ് കവറേജ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല, എങ്കിലും നമുക്ക് ഈ ട്രാക്ക് ചെയ്ത് ഇത് നോക്കാം. നമുക്കിവിടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നമ്മൾ സാധാരണ DTH ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 അടി ഡിഷ് ആൻറ്റിന ഉപയോഗിച്ചാൽ തന്നെ ഇതിനകത്തുള്ള മുഴുവൻ TP-കളും നമുക്ക് ലഭ്യമാകുന്നതാണ്. എന്നാൽ നമ്മൾ 2 അടിയോ 2.5 അടിയോ 3 അടിയോ ഉപയോഗിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് നല്ല സിഗ്നലിൽ ഇതിലെ മുഴുവൻ സിഗ്നലും റിസീവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ടാറ്റാ സ്കൈയുടെ പഴയ LNB ആണ്. അതിൻ്റെ കവർ മൗത്ത് ടാപ്പ് ഞാൻ ഊരിക്കളഞ്ഞിരിക്കുന്നു, കാരണം കുറച്ച് ഗെയിൻ അധികം കിട്ടാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും അത് ഊരിക്കളഞ്ഞാൽ നമുക്കൊരു ചെറിയ % ഗെയിൻ അധികം കിട്ടും, 1% ഗെയിൻ അധികം കിട്ടും. ഇതിൻ്റെ LNB സ്ക്യൂ നമുക്ക് കറക്റ്റ് എങ്ങനെ വരുന്നു നോക്കാം. വളരെ കുത്തനെ ലംബമായിട്ടാണ്, അതായത് നമ്മൾ തെക്ക് വടക്കോട്ടാണ് ഇതിൻ്റെ നോബ് വരുന്നത്, കണക്ടർ കണക്ട് ചെയ്യുന്നത്. നോക്കാം, ഇതിൻ്റെ മുന്നിൽ നിന്നാണ് എടുത്തത്. ടാറ്റാ സ്കൈയുടെ 5 മാർക്ക് LNB ആണ്. വളരെ വ്യക്തമായിട്ട് LNB സ്ക്യൂ നിങ്ങൾക്ക് ഇത് കാണാം. നല്ല കുത്തനെ വെക്കുന്ന രീതിയിലാണ് LNB, അതായത് LNBയുടെ കണക്ടർ നമ്മൾ തെക്ക് വടക്കായിട്ടാണ് വെക്കുന്നത്. തിരിച്ചു വെച്ചാൽ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ കിട്ടും. ഇങ്ങനെ വെച്ചാൽ കറക്റ്റ് എങ്ങനെയാണോ സാറ്റലൈറ്റിൽ നിന്ന് വരുന്നത് അതേ പൊളാരിറ്റിയിൽ നിന്ന് കിട്ടും. ഇത് ഒരു 80 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഡിഷ് ആൻറ്റിനയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ നോക്കുക, റബ്സാറ്റിലേക്ക് എത്രമാത്രം കവർ ഉണ്ട് എന്ന് നോക്കുക. അത്യാവശ്യം കവർ ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമുക്കിത് കിട്ടുന്നത്. അതുപോലെ നിങ്ങൾക്കും പടിഞ്ഞാറ് ഭാഗത്ത് ധാരാളം കവർ ഉണ്ടാവും, പക്ഷേ എന്നാലും അതിൻ്റെ ഇടയിൽ കൂടി ഇപ്പോൾ തെങ്ങിൻ്റെയോ മറ്റു മരത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇത് റിസീവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പുറകിൽ നിന്നുള്ള കാഴ്ച നമുക്ക് നോക്കാം. ഇതാണ് സാറ്റലൈറ്റിൻ്റെ നമ്മൾ ട്രാക്ക് ചെയ്തതിൻ്റെ പുറകിൽ നിന്നുള്ള കാഴ്ച. ഇത് വളരെ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാം. 40 ഡിഗ്രി ആദ്യം ട്രാക്ക് ചെയ്തെടുക്കുക, 42 ഡിഗ്രി എടുക്കുക, അതിനുശേഷം അല്പം താഴോട്ട് താഴ്ത്തി വലത്തോട്ടേക്ക് അല്പം അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ഈ സാറ്റലൈറ്റ് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇതിലെ സ്ട്രോങ് TP ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ വിവരങ്ങൾ ഇവർ നൽകിയിട്ടുണ്ട്. ഇതാണ് LNBയുടെ മുന്നിൽ നിന്ന് ഡിഷ് ആൻറ്റിനയുടെ റിഫ്ലക്ടറിൽ ക്യാമറ വെച്ചാലുള്ള കാഴ്ച. കണ്ടോ എത്രമാത്രം കവറാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്. നമുക്ക് ഈ സാറ്റലൈറ്റിൽ നോക്കുമ്പോൾ നമുക്ക് ഇത്രയും മറവ് കാണും, പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ വിചാരിക്കുന്ന ആ ഭാഗത്ത് കൂടി ആയിരിക്കില്ല സിഗ്നൽ വരുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളുടെ പടിഞ്ഞാറ് ഭാഗം പെർഫെക്റ്റ് ക്ലിയർ ആവണമെന്നില്ല. ഇതുപോലുള്ള ഇതൊക്കെ കിട്ടിയാൽ ഫുൾ സിഗ്നൽ നിങ്ങൾക്ക് കിട്ടാം. എനിക്ക് തൊട്ടടുത്ത വീടിൻ്റെ ഇതും അതുകൂടാതെ അതേവരുടെ മരങ്ങളും തടസ്സങ്ങളാണ്. എന്നാലും ആ ഗ്യാപ്പിൽ കൂടിയാണ് നമുക്ക് ആ സിഗ്നൽ വരുന്നത്. വളരെ വ്യക്തമായി പവർഫുൾ സിഗ്നലാണ്. അപ്പോൾ സ്ട്രോങ് TP നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്നു. അടുത്ത ഇതിൽ വീഡിയോ ട്രാക്ക് ചെയ്ത ചിത്രങ്ങൾ കാണാം. നന്ദി, നമസ്കാരം.